ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വൺസ്. നമ്മളിന്ന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ക്യൂവിങ് തിയറി എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. സോ നമ്മൾ എവിടേക്കാണ് ക്യൂ നിൽക്കുന്നത്? സപ്പോസ് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകണം. സോ ആ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മളവിടെ ഡോക്ടറിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്യൂ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ വണ്ടി നമ്മളൊരു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകണം. സോ വർക്ക്ഷോപ്പിൽ നമുക്ക് സർവീസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ആ വർക്ക്ഷോപ്പിൽ ഓൾറെഡി ഒരു സർവീസ് നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും മെയിൻ്റനൻസ് ഫെസിലിറ്റി പോവാണ്, നമ്മുടെ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് എക്യുപ്മെൻറ്റ് റിപ്പയർ ചെയ്യാൻ പോവാണ്. ചിലപ്പോൾ ഓൾറെഡി അവിടെ അനദർ എക്യുപ്മെൻറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ കസ്റ്റമേഴ്സ് ഉണ്ടാകും. സോ ഈ രീതിയിൽ ക്യൂ നിൽക്കുന്ന സന്ദർഭങ്ങൾ. സോ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇവിടുത്തെ എഫിഷ്യൻസി കൂട്ടുക, ആ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടുക, അല്ലെങ്കിൽ അവിടുത്തെ സർവീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എഫിഷ്യൻസി കൂട്ടുക എന്നുള്ള, അല്ലെങ്കിൽ ക്യൂവിൻ്റെ ലെങ്ത് കുറയ്ക്കുക, ആവറേജ് വെയിറ്റിംഗ് ടൈം ഇൻ ക്യൂ കുറയ്ക്കുക. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ക്യൂവിങ് തിയറി എന്ന് പറയുന്നത്. ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഇക്വേഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇക്വേഷൻസ്, ആ ഇക്വേഷൻസ് കാണാതെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻസിലുള്ള ഓരോ ടേംസിൻ്റെ വാല്യൂസ് പ്രോബ്ലത്തിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഈ ഭാഗത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുവാണ്. സപ്പോസ് ഒരു ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു ഹോസ്പിറ്റലാണ്. സോ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടറിൻ്റെ ക്യാബിനാണെന്ന് വിചാരിക്കും. സോ ഇവിടെ ഒരു ഡോക്ടറുണ്ട്. ഓക്കെ, സോ ഡോക്ടറിൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു കസ്റ്റമർ. ദെൻ ഈ ഹോസ്പിറ്റലിൻ്റെ അകത്ത് സപ്പോസ് കുറേ പേഷ്യൻസ് ക്യൂ നിൽക്കണമെന്ന് വിചാരിക്കാം. കുറേ പേഷ്യൻസ് ക്യൂ നിൽക്കണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഡോക്ടർ സർവീസ് ചെയ്യുന്നു. സർവീസ് കിട്ടിയ കസ്റ്റമർ അഥവാ പേഷ്യൻ്റ് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, കുറേ ആൾക്കാരിവിടെ ക്യൂ വെക്കുന്നു. ദെൻ ആഫ്റ്റർ സം ടൈം വേറെ കുറേ ആൾക്കാർ എൻ്റർ ചെയ്യുന്നു. ക്യൂവിൻ്റെ ലെങ്ത് ചിലപ്പോൾ കൂടുന്നു, ചിലപ്പോൾ കുറയുന്നു. ഓക്കെ, സോ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് ഉള്ള ആൾക്കാർ, സപ്പോസ് ഒരു സിറ്റിയിലാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്, ആ സിറ്റിയിലുള്ള ആൾക്കാരാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് ടൈംസ് പറയാൻ പോവാണ്. സോ നമ്മുടെ ഡോക്ടറാണ് ഈ കേസിൽ നമ്മുടെ സർവീസ് പ്രൊവൈഡർ, അല്ലേ? ഇവിടെ സർവീസ് തരുന്നത് ഡോക്ടറാണ്. സോ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ഡോക്ടറാണ്, അല്ലേ? ഇവിടുത്തെ പേഷ്യൻസ് ആണ് ഇവിടുത്തെ കസ്റ്റമർ എന്ന് പറയുന്നത്. കസ്റ്റമർ, പേഷ്യൻസ്. ഓക്കെ, ദെൻ ഈ കസ്റ്റമേഴ്സ് അവർ ഈ സിസ്റ്റത്തിലുള്ളവരാണ്, ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ളവരാണ്, അവർ ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. സോ ഇവരുടെ നമ്പർ, ക്യൂവിലുള്ള ആൾക്കാരുടെ നമ്പർ, അതിനെയാണ് നമ്മൾ ക്യൂ ലെങ്ത് എന്ന് പറയുന്നത്. ക്യൂ ലെങ്ത്. ഓക്കെ, ദെൻ ഔട്ട് ഓഫ് ദി ഹോസ്പിറ്റൽ, ആ സിറ്റിയിലുള്ള ടോട്ടൽ ആൾക്കാർ, അതിനാണ് നമ്മൾ സൈസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് വെറുതെ പറയും. അതായത് ഈ സർവീസ് കിട്ടാൻ, അല്ലെങ്കിൽ ഈ സർവീസ് കിട്ടാൻ വേണ്ടി വരുന്ന കസ്റ്റമർ ഈ പോപ്പുലേഷനിൽ ഉള്ള ആൾക്കാരാണ്. സോ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ എന്താണ്, വെരി ലാർജ് ആണ്, അല്ലേ? ഒരു ഫൈനൈറ്റ് എമൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ എന്ന് പറയാൻ പറ്റില്ല, വെരി ലാർജ് ആണ്. സോ
ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ ഡോക്ടറാണ് നമ്മുടെ സർവീസ് പ്രൊവൈഡർ, നമ്മുടെ പേഷ്യൻസ് ആണ് കസ്റ്റമർ. ദെൻ ആ ഹോസ്പിറ്റലിനകത്തുള്ള ആൾക്കാരുടെ എണ്ണം അത് നമ്മൾ ക്യൂ ലെങ്ത് എന്ന് പറയും. ഓക്കെ, ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം നമ്മൾ ക്യൂവിൻ തിയറിയിൽ നമ്മൾ അതിനെ ക്യൂ ലെങ്ത് എന്ന് പറയും. ദെൻ ഈ ക്യൂ ലെങ്ത്തിലേക്ക് വരുന്ന ആൾക്കാർ അതൊരു പോപ്പുലേഷൻ്റെ ഭാഗമാണ് അല്ലേ. സോ ആ സൈസ് ഓഫ് ദി പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദി പോപ്പുലേഷൻ അത് നമ്മൾ സൈസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയും. ഓക്കെ, ദെൻ നമ്മൾ പുതിയൊരു ടേം എന്താന്ന് പറയുകയാണ് സർവീസ് റേറ്റ്. സർവീസ് റേറ്റ് അല്ലെങ്കിൽ മീൻ സർവീസ് റേറ്റ്. നമ്മൾ അതിനെ ലാംഡ എന്ന് വെച്ചാണ് സൂചിപ്പിക്കുന്നത്. ലാംഡ സർവീസ് റേറ്റ് ഓർ മീൻ സർവീസ് റേറ്റ്. സർവീസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർ യൂണിറ്റ് ടൈമിൽ, യൂഷ്വലി അത് അവറാണ് അല്ലെങ്കിൽ മിനിറ്റ്സ് ആവാം, ഒരു യൂണിറ്റ് ടൈമിൽ എത്ര കസ്റ്റമേഴ്സിനെ സർവീസ് ചെയ്യുന്നു, യൂണിറ്റ് ടൈമിൽ എത്ര കസ്റ്റമേഴ്സിനെ സർവീസ് ചെയ്യുന്നു, അതാണ് മീൻ സർവീസ് റേറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മുടെ ഡോക്ടർ ഒരു 1 അവറിൽ 10 കസ്റ്റമേഴ്സിനെയാണ് അല്ലെങ്കിൽ 10 പേഷ്യൻസിനെ നോക്കണമെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ മീൻ സർവീസ് റേറ്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? 10 പെർ അവർ അല്ലെങ്കിൽ 10 കസ്റ്റമേഴ്സ് പെർ അവർ. ഇതാണ് മെയിൻ സർവീസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടേമാണ് മീൻ അറൈവൽ റേറ്റ്. മീൻ അറൈവൽ റേറ്റ്. മീൻ അറൈവൽ റേറ്റ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മ്യൂ വെച്ചിട്ടാണ്. മ്യൂ മീൻ അറൈവൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പേര് തന്നെ നമുക്കുണ്ട്. എന്താണ് മീൻ അറൈവൽ റേറ്റ് അഥവാ മ്യൂ ഈക്വൽ ടു നമ്പർ ഓഫ് അറൈവൽസ് അല്ലെ, നമ്പർ ഓഫ് അറൈവൽസ് പെർ യൂണിറ്റ് ടൈം. അതല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ അവർ ആവാം അല്ലെങ്കിൽ മിനിറ്റ്സ് ആവാം. നമ്പർ ഓഫ് അറൈവൽസ് പെർ യൂണിറ്റ് ടൈം. സപ്പോസ് നമ്മുടെ ഈ ഹോസ്പിറ്റലിലേക്ക് ഒരു 1 അവറിൽ ഒരു 12 കസ്റ്റമേഴ്സ് അഥവാ 12 പേഷ്യൻസ് വരികയാണെങ്കിൽ, ഒരു 1 അവറിൽ 12 പേഷ്യൻസ് വരികയാണെങ്കിൽ മ്യൂ ഈക്വൽ എന്തായിരിക്കും? 12 കസ്റ്റമേഴ്സ് പെർ അവർ ആയിരിക്കും. ഓക്കെ, സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് ഞാൻ പറഞ്ഞു. ഒന്ന് മീൻ അറൈവൽ റേറ്റ്, മീൻ സർവീസ് റേറ്റ്, മീൻ അറൈവൽ റേറ്റ്. ഓക്കെ, സോ ഈ 2 ടേംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ, കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ, ഈ 2 ടേംസ് മാത്രം വരുന്ന കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിലുള്ള 95% പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. ഒരു സാധനം കൂടി പറയാം, റോ അഥവാ യൂട്ടിലൈസേഷൻ ഫാക്ടർ. അതിന് പല പേരിൽ അറിയപ്പെടും. റോ ഇതിന് വിളിക്കുന്ന പേരാണ് യൂട്ടിലൈസേഷൻ ഫാക്ടർ. യൂട്ടിലൈസേഷൻ ഫാക്ടർ. ഓക്കെ, അല്ലെങ്കിൽ ക്ലിയറിംഗ് എഫിഷ്യൻസി, അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടും. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ലാംഡ ബൈ മ്യൂ. ലാംഡ ബൈ മ്യൂ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? യൂട്ടിലൈസേഷൻ ഫാക്ടർ. സോ എന്താണ്? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മീൻ സർവീസ് റേറ്റ് അല്ലെ. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? മീൻ സർവീസ് റേറ്റ്. മീൻ സർവീസ് റേറ്റ് ടു വാട്ട്? മീൻ അറൈവൽ റേറ്റ്. സോ ഇതിന് വിളിക്കുന്ന പേരാണ്, ഈ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് റോ അഥവാ യൂട്ടിലൈസേഷൻ ഫാക്ടർ. സോ നമുക്ക് മൊത്തം ഈ 3 ടേംസ് എന്താണെന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂസ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടെത്തി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്യൂവിംഗ് തിയറി എന്ന് വരുന്ന എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ്, പ്രോബബിലിറ്റി ദാറ്റ് എ സിസ്റ്റം ഈസ് ഐഡിൽ. അതായത് ഒരു സിസ്റ്റം ഐഡിലാണ്, അതായത് സിസ്റ്റത്തിൽ എന്തില്ല, കസ്റ്റമേഴ്സ് ഇല്ല, അല്ലേ? പ്രോബബിലിറ്റി ദാറ്റ് സിസ്റ്റം ഈസ് ഐഡിൽ മീൻസ് എന്താണ്? ദി പ്രോബബിലിറ്റി ദാറ്റ് എ കസ്റ്റമർ നോട്ട് ഹാവ് ടു വെയിറ്റ്, ഓർ മീൻസ് ദി പ്രോബബിലിറ്റി ദാറ്റ് there is no customer in the system. No customer. P of 0 നമ്മൾ P of 0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് നോ കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് നോ വെയിറ്റ്. പുതുതായിട്ട് വരുന്ന ഒരു കസ്റ്റമറിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ സർവീസ് പ്രൊവൈഡറിലേക്ക് കയറാം. നമ്മുടെ ഹോസ്പിറ്റലിൽ എടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ അകത്ത് ക്യൂ ലെങ്ത്തിൽ വേറെ പേഷ്യൻസ് ഇല്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന കസ്റ്റമറിന് അല്ലെങ്കിൽ പുതിയ പേഷ്യൻറ്റിന് നേരെ ഡോക്ടറെ കാണാൻ പറ്റും, ശരിയല്ലേ? സോ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 - റോ ആയിരിക്കും. 1 - റോ. ഇക്വേഷൻ കാണാൻ പഠിക്കുക. 1 - റോ. ഇവിടെ റോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു യൂട്ടിലൈസേഷൻ ഫാക്ടർ. ഇനി പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് എക്സാക്ട്ലി n customers in the system. നമ്മുടെ സിസ്റ്റത്തിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ, n കസ്റ്റമേഴ്സ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് എക്സാക്ട്ലി n കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം, അത് നമ്മൾ Pn എന്ന് റെപ്രസെന്റ് ചെയ്യും. Pn ഈസ് ഈക്വൽ ടു അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോ റൈസ് ടു n ഇൻറ്റു 1 - റോ ആണ്. റോ റൈസ് ടു n ഇൻറ്റു 1 - റോ. Probability of having exactly n customers in the system. Pn is equal to rho raised to n into 1 - rho. Okay. The next one, average number of customers in the system. Average number of customers in the system. അത് നമ്മൾ LS എന്ന് പറയുന്നത്. ഓക്കെ, LS. Average number of customers in the system equal to rho by 1 - rho ആയിരിക്കും. Rho by 1 - rho. Average number of customers in the system, LS is equal to rho by 1 - rho. Average number of customers in Q. Average number of customers in Q. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, so average number of customers in Q, LQ is equal to rho square by 1 - rho ആയിരിക്കും. Rho square by 1 - rho. Okay. Then അടുത്ത രണ്ട് ഇക്വേഷൻസ്, അത് നമ്മൾ ലിറ്റിൽസ് ലോ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഒരു സയന്റിസ്റ്റിന്റെ പേരാണത്, ലിറ്റിൽസ് ലോ. സോ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് ആവറേജ് വെയിറ്റിംഗ് ടൈം ഇൻ ദി സിസ്റ്റം. ആവറേജ് വെയിറ്റിംഗ് ടൈം ഇൻ ദി സിസ്റ്റം, അത് നമ്മൾ WS എന്ന് റെപ്രസെന്റ് ചെയ്യണം. WS, ആവറേജ് വെയിറ്റിംഗ് ടൈം ഇൻ ദി സിസ്റ്റം, is equal to LS. LS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം ഡിവൈഡഡ് ബൈ ലാംഡ ആയിരിക്കും. LS ഡിവൈഡഡ് ബൈ ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ അറൈവൽ റേറ്റ് ആണ്, അല്ലെ? മീൻ സർവീസ് റേറ്റ്. ഓക്കെ. The next one, average waiting time in queue. Average waiting time in queue, WQ. WQ is equal to LQ divided by lambda ആയിരിക്കും. LQ divided by lambda. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേറൊരു ഇക്വേഷൻ എഴുതാൻ പറ്റും. LS is equal to എന്തായിരിക്കും? LS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം is equal to ലാംഡ ഇൻറ്റു
ലാംഡ ഇൻറ്റു WS ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ LQ ഇസിക്കൽ എന്തായിരിക്കും? നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ക്യൂ. LQ ഇസിക്കൽ ടു ലാംഡ ഇൻറ്റു WQ ആയിരിക്കും. ആക്ച്വലി ഈ രണ്ട് ഇക്വേഷനെയാണ് നമ്മൾ ലിറ്റിൽസ് ലോ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ലിറ്റിൽസ് ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. സോ ഇത്ര ഇക്വേഷൻസ് ആണ് നമ്മൾ ക്യൂവിംഗ് തിയറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ക്യൂവിംഗ് തിയറിയിൽ നിന്ന് വരുന്ന എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ 3-4 ഇക്വേഷൻസ് നമ്മൾക്ക് റെയർ ആയിട്ട് ചോദിക്കാറുണ്ട്. നിലവിൽ പറഞ്ഞിരിക്കുന്ന ഈ ഇക്വേഷൻസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസും റെയർ ആയിട്ട് ചോദിക്കും. എന്താന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് n കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് n കസ്റ്റമേഴ്സ്. നമ്മൾ മുമ്പ് പറഞ്ഞ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് n കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് n കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം എന്ന് പറയുന്നത് റോ റൈസ് ടു n ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് n കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം, അതായത് മിനിമം n കസ്റ്റമേഴ്സ് ഉണ്ടാവണം. ഓക്കെ, മിനിമം n കസ്റ്റമേഴ്സ്. Then probability of more than n customers in the system. Probability of more than n customers in the system. Rho raised to n plus 1 ആയിരിക്കും. Rho raised to n plus 1. Rho എന്ന് പറയുന്നത് എന്താണ്? Utilization factor. Then probability of no arrival in time interval t. ഒരു t എന്ന ടൈം ഇന്റർവെല്ലിൽ ഒരു കസ്റ്റമർ വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് നോ അറൈവൽ ഇൻ ടൈം ഇന്റർവൽ t എന്ന് പറയുന്നത് e റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു t ആയിരിക്കും. e റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു t. പ്രോബബിലിറ്റി ഓഫ് അറൈവൽ ഇൻ ടൈം ഇന്റർവൽ t. ഒരു t എന്ന ടൈം ഇന്റർവെല്ലിൽ ഒരു കസ്റ്റമർ വരാനുള്ള പ്രോബബിലിറ്റി 1 മൈനസ് e റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു t ആയിരിക്കും. സോ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള, ഈ സെഷനിൽ നിന്നുള്ള, ഈ ക്യൂവിംഗ് തിയറി എന്ന് പറയുന്ന സെഷനിൽ നിന്ന് നമുക്ക് സാധാരണ രീതിയിൽ ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടി വരുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. എ ഷോപ്പ് ഈസ് മാനേജ്ഡ് ബൈ 1 ക്ലർക്ക് ഹൂ ആൻ അവറേജ് ടേക്ക് 10 minutes ഫോർ ഈച്ച് കസ്റ്റമർ. അതായത് ഒരു ഷോപ്പ്, അതൊരു ക്ലർക്കാണ് മാനേജ് ചെയ്യുന്നത്. അദ്ദേഹം ഓൺ ആൻ അവറേജ് ഒരു കസ്റ്റമറിന് 10 minutes ടേക്ക് ചെയ്യുന്നു സർവീസ് കൊടുക്കാൻ. ഓക്കെ, ഒരു കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സർവീസ് കൊടുത്തു കഴിയുമ്പോൾ 10 minutes ആവും. ദി കസ്റ്റമർ വിൽ അറൈവ് വിത്ത് ആവറേജ് റേറ്റ് ഓഫ് 4 per hour. കസ്റ്റമർ വരുന്നത് 4 per hour. 1 hourൽ 4 കസ്റ്റമർ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, എങ്കിൽ ഈ തന്നിരിക്കുന്ന ഡാറ്റാസ്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താണെന്ന് എഴുതാം. ഇവിടെ കസ്റ്റമറിന്റെ അറൈവൽ റേറ്റ് തന്നിട്ടുണ്ട്. മീൻ അറൈവൽ റേറ്റ് എന്താണ്? ദി കസ്റ്റമർ വിൽ അറൈവ് വിത്ത് ആൻ ആവറേജ് റേറ്റ് ഓഫ് 4 per hour. അതായത് മീൻ അറൈവൽ റേറ്റ് ഡയറക്റ്റ് ആയിട്ട് എന്നേക്കുവാണ്. 1 hourൽ 4 കസ്റ്റമർ ആണ് വരുന്നത്. സോ മീൻ അറൈവൽ റേറ്റ് ഈസിക്കൽ ടു എന്താണ്? 4 കസ്റ്റമർ ആണ് അല്ലെ? 4 കസ്റ്റമർ പെർ അവർ. മീൻ അറൈവൽ റേറ്റ്. ദെൻ മീൻ സർവീസ് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിയേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കാണ് ഒരു കസ്റ്റമറിന് 10 minutes എടുക്കും. ഒരു കസ്റ്റമറിന് 10 minutes. അങ്ങനെയാണെങ്കിൽ സപ്പോസ് നമ്മുടെ മീൻ അറൈവൽ റേറ്റ് തന്നിരിക്കുന്നത് പെർ അവറിലാണ് അല്ലെ? സോ ഈ നിലവിൽ നമുക്ക് തന്നിരിക്കുന്നത് മീൻ സർവീസ് റേറ്റ് ആണ്. അതെത്രയാണ്? സോറി, മീൻ സർവീസ് റേറ്റ് അല്ല, 10 minutes ഒരു കസ്റ്റമറിനെ സെർവ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാള്
1 hourൽ എത്ര കസ്റ്റമറിനെ സെർവ് ചെയ്യും? 10 into 6, അതാണ് 60 മിനിറ്റ്സ്. 60 മിനിറ്റ്സിൽ എത്രയാണ്? 6 കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും? സെർവ് ചെയ്യും. ശരിയല്ലേ? 10 മിനിറ്റ്സിന് നമ്മൾ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 hour ആയി. സോ ഇപ്രസേർ നമ്മൾ എന്ത് ചെയ്യുന്നു? 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇദ്ദേഹം, ഈ ക്ലർക്ക്, പെർ അവറിൽ 6 കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നു? ഡീൽ ചെയ്യുന്നു. സോ മീൻ സർവീസ് റേറ്റ് എന്തായിരിക്കും? മീൻ സർവീസ് റേറ്റ് എന്ന് പറയുന്നത് 6 കസ്റ്റമേഴ്സ് പെർ അവർ ആണ്. ഓക്കെ, 6 കസ്റ്റമേഴ്സ് പെർ അവർ. സോ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമ്മൾ മീൻ അറൈവൽ റേറ്റും മീൻ സർവീസ് റേറ്റും നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. ഓക്കെ, ദെൻ നമുക്ക് റോ കണ്ടെത്താം, അഥവാ യൂട്ടിലൈസേഷൻ ഫാക്ടർ. റോ എന്ന് പറയുന്നത് എന്തായിരിക്കും? റോ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ മ്യൂ ആണ്. ലാംഡ ബൈ മ്യൂ. ലാംഡ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 6. സോ എത്ര വരും? 4/6. 2/3 ഈസ് ഈക്വൽ ടു എന്ത് വരും? 0.66 എന്ന് വരും. 0.66. ഓക്കെ, കുഴപ്പമില്ല. നൗ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം. നമ്മുടെ സിസ്റ്റത്തിലുള്ള ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എത്രയാണ്? സോ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇക്വേഷൻ എന്താണ്? ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് നമുക്കറിയാം. ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം അത് നമ്മൾ LS എന്നാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? റോ ഡിവൈഡഡ് ബൈ 1 മൈനസ് റോ ആണ്. റോ ഡിവൈഡഡ് ബൈ 1 മൈനസ് റോ. സോ എത്ര വരും? റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 0.66 ആണ്. ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.66 എന്ന് വരും. സോ ഈക്വൽ ടു 0.66 ഡിവൈഡഡ് ബൈ എന്ത് വരും? 0.33 എന്ന് വരും. 0.66 ഡിവൈഡഡ് ബൈ 0.33. സോ ഈക്വൽ ടു എന്ത് വരും? 2 എന്ന് വരും, അല്ലെ? സോ മീൻ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം അല്ലെങ്കിൽ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് ആവറേജ് ടൈം സ്പെൻഡ് ബൈ ദി കസ്റ്റമർ ഇൻ ദി സിസ്റ്റം ഇൻ മിനിറ്റ്സ്. ആവറേജ് ടൈം സ്പെൻഡ് ബൈ ദി കസ്റ്റമർ ഇൻ മിനിറ്റ്സ്. അത് എങ്ങനെ എടുക്കുന്നത്? എന്താ ചോദിച്ചിരിക്കുന്നത്? ആവറേജ് ടൈം സ്പെൻഡ് ബൈ ദി കസ്റ്റമർ ഇൻ മിനിറ്റ്സ്. സോ WS ആണ് ആവറേജ് ടൈം സ്പെൻഡ് ബൈ ദി കസ്റ്റമർ ഇൻ ദി സിസ്റ്റം. WS എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം WS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LS ഡിവൈഡഡ് ബൈ ലാംഡ ആണ്. LS ഡിവൈഡഡ് ബൈ ലാംഡ. ഇവിടെ LS എത്രയാണ്? നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. LS 2 ആണ്. ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലാംഡ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് 4. സോ 2/4 ഈസിക്കൽ എന്ത് വരും? 0.5. 0.5 അവർ. 0.5 അവർ. അതാണ് എന്ത്? ആവറേജ് ടൈം സ്പെൻഡ് ബൈ ദി കസ്റ്റമർ. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇൻ മിനിറ്റ്സ് കണ്ടുപിടിക്കാനാണ്. സോ 0.5 അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് ആണ്. 30 മിനിറ്റ്സ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഫ്രാക്ഷൻ ഓഫ് ടൈം ഡ്യൂറിങ് വിച്ച് ദി ഷോപ്പ് ഈസ് എംപ്റ്റി. ഫ്രാക്ഷൻ ഓഫ് ടൈം ഡ്യൂറിങ് വിച്ച് ദി ഷോപ്പ് ഈസ് എംപ്റ്റി. ഇതെന്താ മീൻ ചെയ്യുന്നത്? ഫ്രാക്ഷൻ ഓഫ് ടൈം ഡ്യൂറിങ് വിച്ച് ദി ഷോപ്പ് ഈസ് എംപ്റ്റി മീൻസ് പ്രോബബിലിറ്റി ഓഫ് നോ കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം. ഇത് മീൻ ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് നോ കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം ആണ്. So what is the probability of no customers in the system? അതിന്റെ ഇക്വേഷൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് നോ കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം ഈസ് ഈക്വൽ ടു 1 മൈനസ് റോ ആണ്. 1 മൈനസ് റോ. സോ 1 മൈനസ് റോ എന്ന് പറയുമ്പോൾ എത്ര വരും? 1 മൈനസ് 0.66 ഈസ് ഈക്വൽ ടു 0.33 എന്ന് വരും. 0.33. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 കസ്റ്റമർ ഇൻ ദി ഷോപ്പ്. Probability of at least 1 customer in the shop. Okay, so what is the probability of at least 1 customer? Equation എന്താണ്?
പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് n കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം. ഈ ക്വസ്റ്റൻ എന്താ? റോ റൈസ് ടു n ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 കസ്റ്റമർ ഇൻ ദി സിസ്റ്റം എന്ത് വരും? റോ റൈസ് ടു 1 വരും. സോ റോ റൈസ് ടു 1 0.66 റൈസ് ടു 1 ഇസിക്കൽ ടു 0.66 എന്ന് കിട്ടും. സോ നാലാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? 0.66 ആണ്. നെക്സ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് മോർ ദാൻ 3 കസ്റ്റമേഴ്സ് ഇൻ ദി ഷോപ്പ്. പ്രോബബിലിറ്റി ഓഫ് മോർ ദാൻ 3 കസ്റ്റമേഴ്സ് ഇൻ ദി ഷോപ്പ് എന്താണ്? സോ മോർ ദാൻ 3 കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? റോ റൈസ് ടു n+1 ആണ്. പ്രോബബിലിറ്റി ഓഫ് മോർ ദാൻ n കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? റോ റൈസ് ടു n+1. സോ പ്രോബബിലിറ്റി ഓഫ് മോർ ദാൻ 3 കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? റോ റൈസ് ടു 3+1. സോ 0.66 റൈസ് ടു 3+1. സോ എന്ത് വരും? 0.66 റൈസ് ടു 4 എന്ന് വരും. അതിന്റെ ആൻസർ 0.197 എന്ന് കിട്ടും. 0.197. Then sixth one, probability of exactly 3 customers in the system. Probability of exactly 3 customers in the system. Probability of exactly 3 customers in the system. So എത്ര വരും? Sixth one. നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് എക്സാക്ട്ലി n കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം. അതിന്റെ ഇക്വേഷൻ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സാക്ട്ലി n കസ്റ്റമേഴ്സ് ഈസ് ഈക്വൽ ടു റോ റൈസ് ടു n ഇൻറ്റു 1 മൈനസ് റോ ആണ്. റോ റൈസ് ടു n ഇൻറ്റു 1 മൈനസ് റോ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് എക്സാക്ട്ലി 3 കസ്റ്റമേഴ്സ് ഇൻ ദി സിസ്റ്റം ആണ്. സോ എന്ത് വരും? റോ 0.66 റൈസ് ടു 3 ഇൻറ്റു 1 മൈനസ് 0.66 ആയിരിക്കും. 1 മൈനസ് 0.66 ആയിരിക്കും. ഓക്കെ. ദെൻ ദി ലാസ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് നോ അറൈവൽ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ടൈം ഇന്റർവൽ ഓഫ് 20 minutes. Probability of no arrival of customers in time interval of 20 minutes. 20 മിനിറ്റ് നേരത്തേക്ക് കസ്റ്റമർ വരാതിരിക്കാനുള്ള പ്രോബിലിറ്റി. സോ ഇക്വേഷൻ എന്താണ്? ഇ റൈസ് ടു പ്രോബിലിറ്റി ഓഫ് നോ അറൈവൽ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ടൈം ഇന്റർവൽ ടി, ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ടി ആണ് അല്ലെ? സോ ഇ റൈസ് ടു മൈനസ് ലാംഡ എത്രയാണ്? 4 ഇൻറ്റു ടി. ടി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ഏത് യൂണിറ്റിലാണ്? 20 മിനിറ്റ്സിലാണ്. അത് നമ്മൾ എന്താക്കണം? അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 20/60 ആണ്. 20/60. സോ ഇതായിരിക്കും എന്ത്? പ്രോബിലിറ്റി ഓഫ് നോ അറൈവൽ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 0.26 എന്ന് കിട്ടും. 0.26. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ ടൈമും എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ. സോ ഇത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. താങ്ക് യു.